കോടതിയിൽ ഡിഫൻസ് എന്ന് പറയുന്ന കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഡിഫൻസ് എന്ന് പറയും. ഡിഫൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുല്യമായ കാര്യം ഉപയോഗിച്ച് തന്നെ ആക്രമിക്കാം. ചൂലുമായിട്ട് നിങ്ങളെ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ ചൂലുമായിട്ട് നിങ്ങൾക്ക് നേരിടാം. ഒലക്കയുമായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഒലക്കയുമായിട്ട് നിങ്ങൾക്ക് നേരിടാം. അതേസമയം ആംഡ് റോബറി എന്നൊരു സെക്ഷൻ നിയമത്തിലുണ്ട്. ആംഡ് റോബറി, ഇപ്പോൾ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നു, അപ്പോൾ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു തീവെട്ടിക്കൊള്ളക്കാർ അല്ലെങ്കിൽ ആയുധസജ്ജരായ ഒരു സംഘം വരുമ്പോഴത്തേക്കും നിങ്ങളെ ആക്രമിക്കാനായിട്ട് രാത്രിയിൽ കടന്നു വരുന്നതെന്നിരിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഗ്രഹത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഷാർപ്പായിട്ടുള്ള ആയുധമൊക്കെ എടുത്ത് അവരെ നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട്. അതിന് ആംഡ് റോബറി എന്നൊരു സെക്ഷൻ നമ്മുടെ നിയമത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഡിഫൻസ് കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അത് വന്നു കഴിഞ്ഞാൽ തന്നെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളെ ആക്രമിക്കാനായിട്ട്, പക്ഷേ അത് പ്രൂവ് ചെയ്യണമെന്നുള്ള മാത്രമേ ഉള്ളൂ. ഡിഫൻസ് അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഷാർപ്പായിട്ടുള്ള ആയുധം എടുത്ത് ഇറങ്ങുന്നതിനും കുഴപ്പമില്ല. നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ തീവെട്ടിക്കൊള്ളക്കാർ ഒരു സംഘമായിട്ട് ആയുധമായിട്ട് വരുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിയമത്തിൽ അത് ആംഡ് റോബറി സെക്ഷനൊക്കെ അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡിഫൻസ് എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനമാണ്. ഇത് ബ്രിട്ടീഷ് ലോ ആണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് ബ്രിട്ടീഷ് ലോയിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. ഒരിക്കൽ രാത്രി ഒരാൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഒരാൾ മൂട്ടിക്കാനായിട്ട് വന്നിട്ട് അവസാനം ഗൃഹനാഥൻ ഉണർന്നപ്പോഴത്തേക്ക് ഇയാൾ ഈ ബ്രിട്ടീഷ് ഹൗസുകളുടെ മുകളിലുള്ള ചിമ്മിനിയുണ്ട്, അതേ കയറി ഈ മൂട്ടിക്കാൻ വന്ന കള്ളൻ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഈ ഗൃഹനാഥൻ എന്ത് ചെയ്യുന്നറിയാമോ? അടിയിൽ നിന്ന് നല്ല തീ കൊടുത്തു. പഴയ പാതകമാണ്, അതിന് അടിയിൽ നിന്ന് തീ കൊടുക്കുക, ഈ ചിമ്മിനിക്കകത്തൂടെ പുക കയറുകയും അയാളുടെ ശ്വാസം മുട്ടി അവിടെ നിന്ന് മരിച്ചുകയും ചെയ്തു. അപ്പോൾ അവിടെ ഡിഫൻസ് കൂടുതൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ലോയിൽ ഇയാൾക്ക് ശിക്ഷ കൊടുത്തതായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ നിയമത്തിൽ നമ്മൾ ഒരാൾക്ക് ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ആ ഡിഫൻസിൻ്റെ ഭാഗം നോക്കും. മറ്റു കാര്യങ്ങളൊക്കെ നോക്കും, എവിഡൻസ് ആക്റ്റും ലിമിറ്റേഷൻ ആക്റ്റും ഒക്കെ നോക്കുമെങ്കിലും ഈ ഡിഫൻസ് എന്ന് പറയുന്ന കാര്യം പ്രധാനമായിട്ട് നോക്കും. ആ ഡിഫൻസ് കൂട്ടിയും കുറച്ചുമാണ് ശിക്ഷകളുടെ പരിധി കൂടുതലും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഡിഫൻസ് കൂടാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ ചൂലുമായിട്ട് വരുന്ന ആളെ ചൂലുമായിട്ട് ആക്രമിക്കാം. നമുക്ക് നമ്മുടേതായ ഡിഫൻസ്, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്ക് മാക്സിമം ശക്തി ഉപയോഗിച്ച് എതിർക്കണം. അവരുടെ ഡിഫൻസ് അവരവരുടെ എടുത്തിരിക്കണം. അപ്പോൾ അവരൊരു ബലഹീന പാത്രമായതുകൊണ്ട് ശരീരശക്തിയുള്ള ഒരു പുരുഷനെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ ഡിഫൻസ് എടുത്തിരിക്കണം എന്നുള്ളൊരു ഡിക്റ്റമാണ്. പക്ഷേ അതിനകത്ത് ഒത്തിരി തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആക്രമണത്തിന് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി വൈകാരികമായി ഉറഞ്ഞു പോയാൽ എന്ത് ചെയ്യും, ഡിഫൻസ് എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പക്ഷേ എന്നാലും പൊതുവെയുള്ള ഡിക്റ്റം എന്ന് പറഞ്ഞാൽ ആ ഡിഫൻസിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കണം എന്നുള്ളതാണ്. ചൂലുമായിട്ട് വരുന്ന ആളെ ചൂലുമായിട്ട് തന്നെ ഈക്വൽ ഉപകരണം ഉപയോഗിച്ച് തന്നെ നമ്മൾ അതിനകത്ത് എടുത്തിരിക്കണം. നമ്മൾ അത് ജീവിതത്തിൽ ഉടനീളം നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നല്ലതാണ്. കാര്യം അസർട്ടീവായിട്ട് പെരുമാറുക എന്ന് പറയുന്നതും അഗ്രസീവായിട്ട് പെരുമാറുക എന്നുള്ളതും സബ്മിസീവായിട്ട് പെരുമാറുക എന്നുള്ളതും ജീവിതത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും അസർട്ടീവായിട്ട് പെരുമാറാൻ നമുക്കറിയത്തില്ല, അഗ്രസീവായിട്ട് പെരുമാറാനാണ്. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെ അസർട്ടീവായിട്ട് തന്നെ നമ്മളെ ഇങ്ങോട്ട് വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്ന അതേ പോയിന്റിൽ തന്നെ അതേ ശക്തിയോടുകൂടി തിരിച്ചറിയാം. ബലഹീനത ആ രീതിയിൽ നമ്മൾ ഇടപെട്ടാൽ മതി. അസർട്ടീവ്നെസ് എന്ന് പറയുന്നൊരു ശക്തി നമുക്കുണ്ടായിരിക്കണം. ഡിഫൻസ് നിയമത്തിൽ